ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. അമൽനാഥ് പാടിച്ചലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അമൽ, ഇന്നലെ രാത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രി പി പ്രസാദ് ആയിരുന്നു സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങിയത്. എന്തായാലും നാട് ഒന്നാകെ ഇപ്പോൾ ഒരു കണ്ണീർ കടലിൽ തന്നെ നിൽക്കുകയാണ്. കാരണം അത്രമാത്രം രാമചന്ദ്രൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. സന്തോഷത്തോടു കൂടി വിഷുവൊക്കെ ആഘോഷിച്ചതിന് ശേഷമാണ് കുടുംബത്തോടൊപ്പം അദ്ദേഹം കശ്മീരിലേക്ക് പോയത്. അപ്പോഴായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ? ഭദ്ര, ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി പ്രസാദ് മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. ഒപ്പം ജില്ലാ കളക്ടർ ഉമേഷും ഉണ്ടായിരുന്നു. ഒപ്പം മറ്റ് പ്രതിനിധികൾ, കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു. നിലവിൽ ഇപ്പോൾ മൃതദേഹം റിനെ മെഡിസിറ്റി ആശുപത്രിയുടെ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ രാമചന്ദ്രന്റെ സഹോദരനും ഒപ്പം തന്നെ മറ്റു ബന്ധുക്കളും അമേരിക്കയിൽ നിന്നും എത്തുവാനുണ്ട്. അവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് നിലവിൽ ഇന്നത്തെ ഈ ദിവസം മോർച്ചറിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ, അതായത് വെള്ളിയാഴ്ച രാവിലെയോടുകൂടി പൊതുദർശന ചടങ്ങ് നടക്കും. രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലായിരിക്കും പൊതുദർശനം നടക്കുക. അതിനുശേഷം ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അവിടെ 9:30 മുതൽ 11:30 വരെയുള്ള 2 മണിക്കൂർ പൊതുദർശനവും മറ്റു കർമ്മങ്ങളും നടക്കും. അതിനുശേഷം 12 മണി കഴിയുന്നതോടുകൂടി ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലാകും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു മരണ വാർത്ത. ഇതറിഞ്ഞ് നിരവധി പേരായിരുന്നു ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പൊതുരംഗത്തടക്കം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാമചന്ദ്രൻ. 4 വർഷമായി അദ്ദേഹം ഇടപ്പള്ളി ഈ വീട്ടിലും ഒപ്പം തന്നെ നാട്ടിലും സജീവമായി ഉണ്ട്. അതിനു മുന്നേ വിദേശത്തായിരുന്നു. അവിടെ ഒരു ബിസിനസ്സുമായി വിദേശത്ത് നിൽക്കുകയായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും കഴിഞ്ഞ 4 വർഷമായി കൊച്ചിയിൽ ഇത്തരത്തിൽ ബിസിനസ് കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇടയിലാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. രാമചന്ദ്രനും ഭാര്യയും മകളും 2 പേരക്കുട്ടികളും യാത്രയ്ക്ക് തീരുമാനിക്കും. അവർ ഹൈദരാബാദ് വഴി കാശ്മീരിലേക്ക് എത്തുകയുമായിരുന്നു. ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി അവർ കാശ്മീരിലേക്ക് പോയതാണ്. പക്ഷേ പിന്നീട് രാമചന്ദ്രന് തിരിച്ചു വരാൻ വേണ്ടി പറ്റാത്തൊരു യാത്രയായിരിക്കും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. ആ കുടുംബങ്ങൾക്ക് അതൊരു തീരാ നഷ്ടമായിരിക്കുമെന്നത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. ഈ ഒരു സമയം രാമചന്ദ്രൻ്റെ മകൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരുവിൽ ജോലി സ്ഥലത്തായിരുന്നു. ഈ ഒരു വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ശ്രീനഗറിലേക്ക് പുറപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നലെ മൃതദേഹം എത്തിയ ആ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ രാമചന്ദ്രൻ്റെ ബന്ധുക്കൾ, മകളും മകനും ഭാര്യയും 2 പേരക്കുട്ടികളും വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്ന് അവർ നേരിട്ട് ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. നാളെ 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കും. ഭദ്ര. ശരി അമൽ, ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മൃതദേഹം നാളെയാണ് സംസ്കരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.